ഗുഡ് മോർണിംഗ് ജിൽസി. ആദ്യം ഹോങ്കോങ് തന്നെ പറയാം. ഹോങ്കോങ്ങിലെ തീപിടുത്തം 20 മണിക്കൂർ പിന്നിടുമ്പോഴും ഇപ്പോഴും 4 കെട്ടിടങ്ങളിലെ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളതാണ്. 800-ലധികം അഗ്നിശമന സേനാംഗങ്ങളാണ് 20 മണിക്കൂറായി പണിയെടുക്കുന്നത്. ഏറ്റവും സങ്കടകരമായ കാര്യം, ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുൾപ്പെടെ 44 പേരാണ് ഇപ്പോൾ ഈ തീപിടുത്തത്തിൽ മരിച്ചിട്ടുള്ളത്. 279 പേരെ കാണാനില്ല. അവർ കൊല്ലപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 45 പേർ ഗുരുതര അവസ്ഥയിലാണ്. നമുക്കറിയാം, 31 നിലകളുള്ള 8 ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ് കത്തി നശിക്കുന്നത്. 2000-ലധികം ഫ്ളാറ്റുകൾ, അതിൽ 4800-ലധികം ആളുകൾ, അതിൽ തന്നെ ഭൂരിഭാഗം ആളുകളും മുതിർന്ന പൗരന്മാർ. ഇതാണ് ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി ഇത്രയേറെ കൂട്ടാൻ കാരണം. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഹോങ്കോങ് കണ്ട ഏറ്റവും വലിയ തീപിടുത്തം ആണിത് എന്നാണ് ഹോങ്കോങ്ങിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. 3 നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥരെ ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരു നിർമ്മാണത്തിനു വേണ്ടി പുറത്ത് കെട്ടിയ കെട്ടിടങ്ങൾക്ക് പുറത്ത് സ്ഥാപിച്ചിരുന്ന മുള കൊണ്ടുള്ള തട്ടുകൾ, അവിടെ ഈ തീ പടർന്നതാണ് ഇത്ര വലിയൊരു ദുരന്തത്തിന് ആക്കം കൂട്ടിയത്. മുകളിലെ നിലയിലേക്ക് ചൂട് കാരണം അഗ്നിശമന സേനാംഗങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത് 31 നില എന്ന് പറയുമ്പോൾ അത്രയും ഉയരത്തിലാണ്. അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഈ 279 പേരിലേക്ക് അഗ്നിശമന സേനാംഗങ്ങൾക്ക് എത്താൻ സാധിക്കാത്തത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, അമേരിക്കയിൽ നടന്ന വെടിവെപ്പാണ്. അമേരിക്കയിൽ വെടിവെപ്പ് എന്ന് പറയുന്നത് ഒരു വാർത്ത പോലുമല്ല സാധാരണ രീതിയിൽ ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വെടിവെപ്പ് വാർത്തയാകാനുള്ള കാരണം അത് വാഷിംഗ്ടൺ DC-യിലാണ് നടന്നത് എന്നുള്ളതും 2 നാഷണൽ ഗാർഡ് അംഗങ്ങൾക്ക് നേരെയാണ് ഈ വെടിവെപ്പ് ഉണ്ടായത് എന്നുമാണ്. ഈ വിഷയത്തിൽ അക്രമിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അഫ്ഗാൻ പൗരനായ റഹ്മാനുള്ള എന്ന വ്യക്തിയാണ് അക്രമി എന്നാണ് ഇപ്പോൾ US മാധ്യമങ്ങൾ പറയുന്നത്. ഇത് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. 2021-ലാണ് റഹ്മാനുള്ള അഫ്ഗാനിസ്ഥാനിൽ നിന്നും US-ലേക്ക് എത്തിയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അക്രമിക്കും വെടിയേറ്റിട്ടുണ്ട്. എന്തായിരുന്നാൽ ഈ ഒരു വെടിവെപ്പിന്റെ പശ്ചാത്തലത്തിൽ 500-ലധികം വരുന്ന കൂടുതൽ സേനാംഗങ്ങളെ ഈ മേഖലയിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ വാർത്ത ഗസയിൽ നിന്നാണ്. ഗസയിലെ വാർത്തകൾ സ്വാഭാവികമായും ദുരിതപൂർണമാണ്. അതിപ്പോൾ വെടിനിർത്തൽ ലംഘനമെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ കൂടുതൽ ദുസ്സഹമായി അവരുടെ ജീവിതത്തെ മാറ്റിയിരിക്കുന്നത് ശക്തമായ കാറ്റും അതേപോലെ തന്നെ വെള്ളപ്പൊക്കവുമാണ്. ശൈത്യകാലമാണ് എല്ലായിടത്തും. പക്ഷേ ഗസയെ സംബന്ധിച്ചിടത്തോളം അതിശൈത്യം, അതോടൊപ്പം കനത്ത കാറ്റ്, അതോടൊപ്പം വലിയ വെള്ളപ്പൊക്കം. അപ്പോൾ 20 ലക്ഷത്തോളം വരുന്ന മനുഷ്യർക്ക് അവിടെ കിടപ്പാടമില്ല എന്ന് നമുക്കറിയാം. താൽക്കാലികമായ ഷെൽട്ടർ പോലുമില്ല ഈ ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും. അവർ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യം, വെടിനിർത്തൽ കഴിഞ്ഞ് ഏകദേശം 1 മാസത്തിലേറെ ആകുമ്പോഴും അവിടേക്ക് താൽക്കാലികമായ ഷെഡുകൾ നിർമ്മിക്കാനുള്ള ഉപകരണങ്ങൾ കടത്തിവിടാൻ റാഫ അതിർത്തി തുറക്കണം എന്നൊരാവശ്യമുണ്ടായിരുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിസ്സംഗത കാരണം വെടിനിർത്തൽ എന്ന് പറയുന്നുവെങ്കിലും അവിടേക്ക് ആ താൽക്കാലിക കൂടാരങ്ങൾ നിർമ്മിക്കാനുള്ള സാധന സാമഗ്രികൾ പോലും എത്തുന്നില്ല എന്നുള്ളത് അവിടെ മരം കോച്ചുന്ന തണുപ്പിൽ ദുരിതം അനുഭവിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും അവസ്ഥ അത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഇസ്രായേലിന്റെ ധാർഷ്ട്യത്തിന് വഴങ്ങി അങ്ങോട്ട് ഒരു താൽക്കാലിക ഷെഡുകൾ നിർമ്മിക്കാനുള്ള സാധന സാമഗ്രികൾ പോലും എത്തുന്നില്ല എന്നുള്ളത് ക്രൂരമായ ഒരു സത്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം പലയിടങ്ങളിലും ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾ, അതേപോലെ തന്നെ ഷെല്ലാക്രമണങ്ങൾ, അതേപോലെ നേരിട്ട് കരമാർഗം ഇസ്രായേൽ സേന വരുന്നത് എല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഗസയിലെ നിലവിലെ സ്ഥിതി. അപ്പോൾ ഏറ്റവും പ്രധാനം ഇന്ന് ഹോങ്കോങ് തന്നെയാണ്. ഹോങ്കോങ്ങിലെ ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്ത 4 കെട്ടിടങ്ങൾ, അത് ലോകത്തിനു മുമ്പിൽ വലിയ ഒരു ചോദ്യചിഹ്നമായി തന്നെ ഇപ്പോൾ അവശേഷിക്കുകയാണ്. അടുത്ത മണിക്കൂറുകളിൽ ആ തീം നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ലോകത്തിനുള്ളത്.